നന്ദി, യേശുവേ മഹത്വം. ആദ്യമായി തന്നെ നമ്മുടെ പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എനിക്ക് പറയാൻ കിട്ടിയ ഒരവസരത്തെ ഓർത്ത് പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ തന്ന എളിയ കൃപയോർത്ത് മാതാവിനോടും യേശുവോടും ഒരു കോടാനുകോടി നന്ദി പറയണു. എൻ്റെ പേര് ജിഷ. ഞാൻ അലൈനിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട് വെട്ടിക്കൽ. ഞാൻ നേഴ്സായിട്ട് അലൈനിൽ വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ആദ്യമായി വരുന്നത് 2018 ഡിസംബറിലായിരുന്നു. അന്ന് ഞാനിവിടെ വരാൻ കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി കൃപാസനത്തിലെ മാതാവിനെക്കുറിച്ച് പറഞ്ഞുള്ള അറിവിൽ നിന്നാണ്. ചേച്ചി ഇവിടുത്തെ ഒരു വലിയൊരു ഭക്തിയായിരുന്നു. അങ്ങനെ മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഉടമ്പടി എടുക്കുവാനുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി 2018 ഡിസംബറിൽ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി പ്രകാരമുള്ള പ്രാർത്ഥനകളും പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ കറക്റ്റായി ചെയ്യുമായിരുന്നു. പത്രമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. കൂടി വന്ന ഒരു 5-10 പത്രം മാത്രമേ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയുള്ളൂ. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. നേഴ്സായതുകൊണ്ട് തന്നെ രോഗ ശുശ്രൂഷ എല്ലാം അവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനൊക്കെ എല്ലാത്തിനും മുമ്പിൽ തന്നെയായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും സാധാ രോഗികളെക്കാളും അപേക്ഷിച്ച് ഫിസിക്കലി ചലഞ്ചഡായുള്ള പേഷ്യൻസിനെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ മാക്സിമം കെയർ ചെയ്യാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിലൊക്കെ പറ്റുമായിരുന്നു. അങ്ങനെ ഉടമ്പടിയിലൂടെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു കൊണ്ടുപോന്നു. എല്ലാ കാര്യങ്ങളും എൻ്റെ ഉടമ്പടിയുടെ വെച്ചിരുന്ന യോഗങ്ങൾ അടുത്തെത്തിയെങ്കിലും എല്ലാ കാര്യങ്ങളും അടുത്തെത്തുമ്പോഴത്തേക്കും അങ്ങ് കറക്റ്റായി വരുന്നുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നൊക്കെ തോന്നി. പക്ഷെ മാതാവ് എല്ലാ മേഖലയിലും അനുദിനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്ത് ചെറിയ നിസ്സാര കാര്യങ്ങളാണെങ്കിലും ഒരു തടസ്സം കൂടാണ്ട് മാതാവ് എല്ലാം മുമ്പേ നിന്നുകൊണ്ട് എല്ലാം ചെയ്തു തരുമായിരുന്നു. അങ്ങനെ 2020 വെക്കേഷന് വീണ്ടും വന്നപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി. അന്ന് ഞാൻ തന്നെയാണ് വെക്കേഷന് വന്നത് 20 ഡേയ്സിൽ. അപ്പോൾ ഞാൻ പുതുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി 101 പ്രാവശ്യം തൃത്വസ്തുതികളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് വന്നിരുന്നത്. പുതുക്കി കഴിഞ്ഞപ്പോൾ മാതാവേ, എനിക്ക് അച്ഛനെയും കൂടി കാണാനൊരു അവസരം കഴിയുമെങ്കിൽ ഒന്ന് സാധിച്ചു തരണമെന്ന് വല്ലാണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് അച്ഛനെ കാണാനൊരു അവസരം മാതാവ് തന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മാതാവിനോട് പറഞ്ഞിട്ട് പൊക്കോ, ഞാൻ സാക്ഷ്യം പറയാൻ ഈ ആൾത്താരയിൽ വരും എന്ന് പറഞ്ഞ് ധൈര്യമായി പൊക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ എൻ്റെ ഒന്നാമത്തെ നിയോഗം തന്നെ, ഞങ്ങൾക്ക് 4 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ തരണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ. പക്ഷെ പരിശുദ്ധ മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനല്ല 2 കുഞ്ഞുങ്ങൾ തന്നെയാണ് മാതാവ് തന്നത്. ഒരു കുഞ്ഞിനെ ഞാൻ ചോദിച്ചിരുന്നുള്ളൂ. അപ്പോൾ സ്കാനിങ്ങിലൂടെയൊക്കെ അറിയാൻ പറ്റി ട്വിൻസാണെന്ന് അറിയാൻ പറ്റി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഞങ്ങൾക്ക് വീട്ടിൽ ആൺകുഞ്ഞുങ്ങളില്ല. മാതാവേ, എനിക്കൊരു ആൺകുഞ്ഞിനെ തരണേ എന്ന് ഞാൻ ഹന്നയും എലിയെ പോലെയും ദൈവസേനയെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവസേനയെ കരഞ്ഞാണ് പ്രാർത്ഥിച്ച് ഇപ്പോൾ ആർപ്പോടെ കൊയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ മാതാവ് ഒരു ആൺകുഞ്ഞിനെയും തന്നു. അപ്പം ഞാൻ ഒരു നേർന്നായിരുന്നു, എനിക്കൊരു ആൺകുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ അതിനെ ശമ്മുവേൽ എന്ന് വിളിച്ചോളാം. അങ്ങനെ ഞങ്ങൾ ആൺകൊച്ചിന് ഏതൻ സാം എൽദോ എന്നും പെൺകൊച്ചിന് കിയാറ സാറ എൽദോ എന്നുള്ള പേരും കൊടുത്തു. ആ സമയങ്ങളിൽ അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ ഞാൻ മുടങ്ങാതെ കേൾക്കുമായിരുന്നു. ഒരു ദിവസം ധ്യാനത്തിൽ അച്ഛനിങ്ങനെ പറയുവാൻ തുടങ്ങി, ഒരു ഗർഭപാത്രം ഞാൻ കാണുന്നുണ്ട്, ആ ഗർഭപാത്രത്തെ മാതാവ് പ്രത്യേകമായിട്ട് പൊതിഞ്ഞു പിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എൻ്റെ തന്നെയാണെന്ന് വിശ്വസിച്ചു. എന്നിട്ട് അച്ഛൻ ഇവിടെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് ചൊല്ലുന്ന മക്കളില്ലാത്തവർക്ക് വേണ്ടി ചൊല്ലുന്ന പ്രാർത്ഥന, അതിൻ്റെ ഒരു ചെറിയൊരു 8 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ക്ലിപ്പ് എൻ്റെ വാട്സപ്പിലുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ എപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും എപ്പോൾ ഫോളോ അപ്പിന് പോകുമ്പോഴും അത് മ്യൂട്ട് ചെയ്ത് ആരും കേൾക്കില്ല, ഞാനും മാതാവും മാത്രമേ കേൾക്കാറുള്ളൂ. അത് പ്ലേ ചെയ്തുകൊണ്ടാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. ഈവൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും സ്കാനിങ് ചെയ്യുമ്പോഴൊക്കെ ഞാനത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മാതാവിൻ്റെ കൃപയാൽ ജനുവരി 3, 2021 പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് അറിഞ്ഞു. അതിനുശേഷം ഓരോ സ്കാനിങ് ചെയ്യുമ്പോൾ ഓരോരോ തടസ്സങ്ങൾ വരുമെങ്കിലും ഓരോരോ സഹനങ്ങൾ വരുമെങ്കിലും അവിടെയൊക്കെ മാതാവ് ഒരു ബലമായിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും നേർച്ച വസ്തുക്കളൊക്കെ ഒരു ബലവും താങ്ങുമായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് 2022 ഓഗസ്റ്റ് 20 എനിക്കൊരു ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും ജന്മം കൊടുക്കാൻ പറ്റി.
രണ്ടാമത്തെ സാക്ഷ്യം, ഭർത്താവിൻ്റെ വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വഴിക്ക് വേണ്ടി ഞങ്ങൾക്കാകുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉപ്പൊക്കെ വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല, കുടുംബം മുഴുവനായി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു വഴി എന്നത്. അവസാനം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ബലമായിട്ട് ഇപ്പോൾ വഴി എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമായി. പിന്നീട് ചാച്ചൻ്റെ പാസ്പോർട്ട്, ഓൾറെഡി പാസ്പോർട്ടുള്ള ആളാണ്. ഇടയ്ക്കൊന്ന് വിസിറ്റ് വിസയിൽ ഞങ്ങളെ ഒന്ന് സന്ദർശിക്കാൻ വരാൻ വേണ്ടി സമയത്ത് റിന്യൂ ചെയ്യേണ്ട ടൈമിൽ പാസ്പോർട്ട് എന്ത് ചെയ്താലും അത് ശരിയാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ തടസ്സങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആ തടസ്സങ്ങൾക്ക് മുമ്പിലൊക്കെ മാതാവ് ഓരോ ആളുകളിലൂടെയൊക്കെ പ്രത്യക്ഷപ്പെട്ട് ആ തടസ്സങ്ങളൊക്കെ മാറ്റിത്തന്ന് പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടി. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ. പിന്നെ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്കെന്താ മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൽ എപ്പോഴും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടി. പണ്ടൊക്കെ ഉപവാസം എടുക്കുമെങ്കിലും ജസ്റ്റ് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് പ്രാർത്ഥനയിൽ അത്ര വലിയ പ്രാർത്ഥിക്കുമെങ്കിലും ആ വെറുതെ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ക്വാണ്ടിറ്റിയിലല്ല കാര്യം, പ്രാർത്ഥനയുടെ ക്വാളിറ്റിയിലാണ് കാര്യം എന്ന് മനസ്സിലായി. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടി. ഇപ്പോഴും കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് നിറവിൽ മുമ്പോട്ട് പോകാൻ മാതാവിൻ്റെ കൃപയാൽ സാധിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു.